അസ്സലാമലൈക്കും, നമസ്കാരം. ഉസ്മാൻ KC വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ. നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ. മാഷാ അല്ലാഹ്, ഞാനൊരു കൊല്ലം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് അന്ന് പരിപൂർണമായിട്ടില്ല. ഇപ്രാവശ്യം വന്നിട്ട് നമ്മളെ കിളികളും പ്രാവുകൾ, തത്തകൾ, കോഴികൾ, Z പറവകൾ, അതായത് ഒരു പക്ഷികളുടെ ലോകത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. ചെറിയ വീഡിയോ ആണ്. നമ്മൾ ഈ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ അൽകുംബ്രയിലാണ് ഇപ്പോൾ ഇതുള്ളത്. അതായത് സൂഖ് സവാരി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. എല്ലാത്തരം പക്ഷികളും മാഷാ അല്ലാഹ് അടിച്ചുപൊളി ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. സൗദി അറേബ്യയിലുള്ളവർക്കും ജിദ്ദയിലുള്ളവർക്കും കാണാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. അതായത് അവർക്കൊന്നും അറിയില്ല. ഇതിന് ഒരു ക്രേസുള്ള ആളുകൾക്ക് മാത്രമേ അത് അങ്ങനെ സംഗതി അവിടെ ഉണ്ടെന്നുള്ള അറിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പോണത് ജിദ്ദയിൽ സനാബിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ റവാബിൽ നിന്നല്ല പോണത്, സനാബിൽ നിന്നാണ് പോണത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സൗദിൻ്റെ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവനക്ക് കുട്ടികൾക്ക് കിളികൾ വേണമെന്ന് പറഞ്ഞിട്ട് ലവ് ബേർഡ്സ് മാതിരി വേറെ കിളികളുണ്ട്. ആ കിളിനെ വാങ്ങാൻ വെച്ച് പോവാണ് നമ്മൾ. അപ്പോൾ നമ്മൾ സനാബിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും വെച്ചാൽ ആട്, മാട്, ഒട്ടകം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അവിടേക്കാണ് പോകുന്നത്. മെയിനായിട്ട് നമ്മൾ പോകുന്നത് കിളികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോണ കാഴ്ചകൾ നമ്മൾ റോഡിൽ നിന്നുള്ള ചെറിയ വീഡിയോസ് കാണാം. ഇത് നമ്മുടെ സനാബിലെ പുതിയ ഏരിയകളായിട്ട് മാഷാ അല്ലാഹ്. ഇവിടെയൊക്കെ ഏകദേശം കടകളൊക്കെ ഫില്ലായി, പുതിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ അതിനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സനാബിൽ നിന്നാണ് പോകുന്നത്. സനാബിൽ നമ്മൾ നേരെ പോകുന്നത് മഹജർ വഴി കുംബ്രയ്ക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ നമ്മൾ ഈ സൂക്കുള്ളത്, അതായത് പക്ഷികൾ ഒരു ലോകമാണ്. ആണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മാസത്തിൽ നമ്മൾ പോകുന്നത്. ഒരു കൊല്ലം മുമ്പ് പോയിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ ആ ടൈമിന് പോയിരുന്നു. ആടിന് വാങ്ങി പോകുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടിടുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ നിങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നല്ല അടിച്ചുപൊളി കാഴ്ച കാണിച്ചു തരാം. പ്രാവുകളും കിളികളും ലവ് ബേർഡ്സ്, തത്ത, പ്രാവ്, മൊയൽ, കിളികൾ എല്ലാത്തരം ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങൾ വീഡിയോ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. ഇത് പറഞ്ഞാൽ നമ്മുടെ സനാബിൽ നമ്മൾ മെയിൻ റോഡ് മേൽ കിടക്കാൻ പോവാണ്. നമ്മൾ റോയ്സ് റൂട്ടിൽ കിടന്നിട്ട് പിന്നെ നമ്മൾ കുംബ്രയ്ക്ക് പോകണം. നേരെ ജൗഹറ വഴി ജൗഹർ, അതായത് പിന്നെ വണ്ടികളൊക്കെ ഹരാജിൻ്റെ ഇവിടെ ഹറാജ് ജൗഹറ വഴിയാണ് നമ്മൾ മഹജർ വഴി കുംബ്രയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. അത് നമ്മൾ ഇവർക്ക് തത്തനാണ് വേണ്ടത്. തന്നെ തത്തന, അതായത് ലവ് ബേർഡ്സ് മാതിരി. ഇത് തത്ത, ഇത് വേറെ ഒരു മഞ്ഞ തത്ത കണ്ടില്ല നിങ്ങൾ. നമ്മൾ സാധാരണ ഇതേ വലുപ്പത്തിലുള്ള കിളിയുടെ പച്ചയാണ് കാണുന്നത്. ഇത് മഞ്ഞ തത്ത മാതിരി. മാഷാ അല്ലാഹ്. ഇതിന് പേരൊക്കെ അറിയുന്നതുകൊണ്ട് കമൻറ്റ് ചെയ്യണം. നമുക്കറിയില്ല. ഇത് നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഇത് വലിയൊരു സൂക്കാണിത്. അതായത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ കോഴിക്കുട്ടികൾ വെള്ളിയാഴ്ചകളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വിൽപ്പനയ്ക്ക് എടുത്തിൻ്റെ ഒരു സൂക്കാണിത്. മാഷാ അല്ലാഹ്. എന്തെല്ലാം ആയിട്ട് പ്രാവുകൾ. ഇതൊരു പ്രാവിൻ്റെ ഒരു ഇതാട്ടോ. ഇത് താറാവുകളും ഉണ്ട്. മറ്റേതാണ് തുമ്പിരിക്കോഴി. നമ്മുടെ നാട്ടിൽ തുമ്പിരിക്കോഴി പല കളറുണ്ട്. ഇത് ബ്ലാക്ക് കളർ കേട്ടോ. പിന്നെ താറാവുകളുണ്ടെങ്കിൽ ഇതൊക്കെ പെടയെന്ന് തോന്നുന്നുണ്ട്. പെടക്ക് കോഴികളാണ് തുമ്പിരിക്കോഴി തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി താറാവുകളും. ഇത് പ്രാവുകൾ, അതായത് പാകിസ്ഥാൻ ഐറ്റംസ് പ്രാവുകളായിട്ടൊക്കെ. ഇത് കോഴികളുണ്ടെങ്കിൽ നാടൻ കോഴികൾ. ഇത് വൈറ്റ് പ്രാവുകളുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്. വൈറ്റ് പ്രാവ് ഇതൊക്കെ വിൽപ്പന കൊടുക്കുന്ന കേട്ടോ. ജോഡിക്ക് 30 റിയാൽ. ഇത് ഇവിടെ ലേലം വിളിക്കണത്. ഒരുപാട് കൂടുകളുണ്ടെങ്കിൽ നിലത്ത് കണ്ടെങ്കിൽ വൈറ്റ് കൂടുകളൊക്കെ അതിൽ നിന്ന് ഓരോരുത്തർ കൊടുന്ന് വെക്കണമെന്നുണ്ട്. ഇവർ ലേലം വെച്ച് കൊടുക്കും. അവർക്ക് എന്തൊരു കമ്മീഷൻ ഉണ്ട്. അതായത് ഒരു ഇതിന് ജോഡി വിറ്റ് കഴിഞ്ഞാൽ 20 റിയാലാന്ന് തോന്നിയിട്ട് കൊടുക്കണം. ഇവിടുത്തെ ആൾക്കതാ ഇവനാണ് ഈ തുപ്പിട്ട ആളുകളുണ്ട. ഇതുപോലത്തെ ലേലം വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് 20 റിയാൽ കൊടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള സൂക്ക് കിട്ടുക. അവൻ ജസ്റ്റ് മേളിൽ നിന്ന് എടുത്തു വരികയാണ്. സൂക്കിൽ വന്ന ഇത് വാങ്ങാനും കച്ചവടക്കാരുള്ളൊരു തിരക്കാനോ കണ്ടുകൊടുക്കണം. കണ്ടുകൾ ഇത് വേസ്റ്റിൽ നിന്ന് മൊത്തത്തിലൊന്ന് എടുത്തതൊരു വ്യൂ എടുത്തതാണിത്. ആൾ കുറഞ്ഞു. അതായത് വൈകുന്നേരം ആകുമ്പോൾ ആൾ കുറഞ്ഞു ഇവിടെ. ശരിക്ക് അസൻ്റെ ശേഷം തുടങ്ങി കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കണ്ടിട്ട് വേറൊരു ഐറ്റംസ് തത്തകളാണിത്. ഇത് ചെറിയ തത്തകളുണ്ടെങ്കിൽ ചെറിയ കിടക്കനുണ്ടോ. ഇത് വേറൊരു ഐറ്റംസ്. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി പോകട്ടെ. നമ്മുടെ കൂടെ വന്ന സൗകര്യമാണിത്. അവനെ ഇതിനെ നോക്കി. അപ്പോൾ അവനെ ഇങ്ങനെ തീറ്റ കൊടുക്കാൻ തന്നെ പറ്റില്ല തന്നെ. ഇതങ്ങനെ പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏത് ഐറ്റംസ് ഇതിൽ പേര് അറിഞ്ഞോട് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ പുറത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാടിപ്പോകില്ല. ഇത് വലിയൊരു തത്ത കണ്ടെങ്കിൽ ഇത് ഏതോ സാധനങ്ങളുടെ അറിയിക്കുക. ലവ് ബേർഡ്സിൻ്റെ മാതിരി വേറൊരു തത്തത്. പല കളറുള്ള. മാഷാ അല്ലാഹ്. ചെറിയ കുട്ടി അപ്പുറത്ത് കൈയിട്ടുന്നുണ്ട്. കുട്ടി കണ്ടെങ്കിൽ ഇത് കൈ വെച്ച് കൊടുത്തിട്ട് അവിടെ കുത്തും. അതിൻ്റെ ഭക്ഷണം വെച്ചിട്ടാണ് തിന്നുന്നതാണ്. നമ്മളെ കൈയൊക്കെ മുറിയാവും. ഇത് പ്രാവുകൾ. അതായത് പാകിസ്ഥാൻ ഐറ്റംസ് പ്രാവാട്ടത്. ഇത് ജോഡിക്ക് 30 റിയാൽ.
ഇത് അരയനാണോ താറാവാണോ അറിയില്ല, കണ്ടോട് ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ, മറക്കരുത്. അരയനോട് കമൻറ്റ് ചെയ്ത് തുമ്പിരിക്ക് പോയി, വൈറ്റ് തുമ്പിരിക്ക് പോയി. ഇവിടെ ഒരുപാട് അങ്ങനെ ഓരോരോ ലോഫ്റ്റിൽ ഓരോരോ ഐറ്റംസ്. ഇത് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ കടയണത്. പ്രാവുകൾ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന പ്രാവിനൊക്കെ കൊടുക്കുന്ന തീറ്റക്കടയാണ്. ഇത് കോഴി ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ചുരുങ്ങിയതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5-6 കിലോ ഒരു കോഴി, ഒറ്റ കോഴി ഉണ്ടാവും. ഈ കോഴിൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഗോൺ കോഴിൻ്റെ അതേ വലുപ്പത്തിൽ ബ്രോയിലറിൻ്റെ അതേ സൈസ്, അതായത് ലഗോണിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ബ്രോയിലറിൻ്റെ ഇതാട്ടോ. ഇതുണ്ടെങ്കിൽ നാടൻ പ്രാവുകൾ, കാട്ടാസുകൾ, നമ്മുടെ നാട്ടിൽ കാട്ടാസ് എന്ന് പറയും. അതിൻ്റെ കൂടുന്ന ഇതിന് റേറ്റ് എത്രയാണെന്ന് അറിയില്ല. ഇതുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് പിടിച്ച് കൊണ്ടുവരണം തോന്നുന്നുണ്ട്. ഇതാണ് രണ്ട് താറാവുകൾ, നല്ല പല ഐറ്റം താറാവുകളുണ്ടെങ്കിൽ, താറാവാണ് അരയാനാണ് അറിയില്ല. ഇതുണ്ടെങ്കിൽ എന്ത് രസമുണ്ട്, പല ഐറ്റംസുകൾ. ഇത് മുകളിൽ നിന്നുള്ളൊരു വീഡിയോ കേട്ടോ. അതേ കുമ്പ്രിയിൽ പിന്നെ ഓട് ബിൽഡിങ്ങിൻ്റെ ഓട് ഫാക്ടറിന് തൊട്ടടുത്താണ് ഇത് വരുന്നത് കേട്ടോ, സൂക്ക് വരുന്നത്. ഇതൊക്കെ ഓരോരോ ഷോപ്പുകളാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ഇതുണ്ടെങ്കിൽ പ്രാവുകൾ, വൈറ്റ് പ്രാവ്, ഇത് അരയനാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നാടൻ കോഴി, ചേക്കോഴി. ഇതാണ് ഇപ്പോൾ മറ്റേ ഗിണിക്കോഴിയുടെ താഴത്ത് മേലെ നാടൻ ചേവൽ കോഴികൾ, നാടൻ കോഴികൾ. ഇതാണ് ഗിണിക്കോഴി. എങ്ങനെയുണ്ട് വൈറ്റ് ഐറ്റംസ് പ്രാവുകളൊക്കെ എങ്ങനെയുണ്ട്? അതാണ് പ്രാവുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആടുകളുടെ ഒരു ഭാഗത്ത് എത്തിട്ടോ. അതിനപ്പുറത്ത് ആടുകളുടെ ഭാഗമാണ്. ഇതാണ് ചെറിയ കുട്ടി പാൽ കുടിക്കുന്നത്. ഇത് ആടുകളിൽ പല ഐറ്റംസ് ആടുകളുടെ മാഷാഅല്ലാഹ്. പല ഹൈറ്റ് കുറഞ്ഞത്, ഹൈറ്റ് കൂടിയത്, കൊമ്പ് നല്ല ഹൈറ്റ് ഉള്ളത്, കൊമ്പ് നല്ല നീളമുള്ളത്, പിന്നെ അതാണ്ടെങ്കിൽ പല ഐറ്റംസ് ആടുകൾ. കൊമ്പുള്ള ആടുകൾ, കൊമ്പില്ലാത്ത ആടുകൾ. ഇതാണ് കൊമ്പുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുണ്ടെങ്കിൽ പുള്ളി ആടുകൾ. നല്ല രസമുള്ള ആടുകൾ കേട്ടോ, മാഷാഅല്ലാഹ്, നല്ല രസമുണ്ട്. അതായത് വലിയ പെരുന്നാളായില്ല, അപ്പോൾ ഏകദേശം ആടുകളൊക്കെ വലിയ ബലിയിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ എന്ത് രസമുണ്ട് ആടുകൾ. ഇതൊക്കെ മുട്ടനാടാട്ടോ, കൂറ്റനാടുകളാണിത്. എന്ത് രസം. ഇത് ഏതോ രാജ്യം എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ മുത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷികളും പ്രാവുകൾ, ഗിനിക്കോഴികൾ, താറാവുകൾ, ഐറ്റംസ് കണ്ടില്ലേ. ഇനി ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, മഅസ്സലാമ.